നമുക്കറിയാൻ കഴിയുന്നത് പി വി അൻവറിന്റെ അഭിഭാഷകൻ ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുൻപിലേക്ക് പോകുന്നുണ്ടോ? അരുൺ, അറസ്റ്റിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള നിയമപരമായ നടപടിക്രമങ്ങൾ പി വി അൻവർ പൂർത്തിയാക്കിയിരുന്നു. അതാ തൻ്റെ അഭിഭാഷകരുമായി സംസാരിക്കണം, നിയമവിദഗ്ധരുമായി സംസാരിക്കണമെന്നാണ് പോലീസിനോട് പറഞ്ഞിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമവിദഗ്ധരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ റിമാൻഡ് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു അറസ്റ്റ് തന്നെയാണ് പി വി അൻവർ ഇന്ന് തയ്യാറായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അൻവറിൻ്റെ വസ്ത്രങ്ങളടക്കമുള്ള ആളുകൾ, ഒപ്പമുള്ള ആളുകൾ വാഹനത്തിൽ കയറ്റിയിരുന്നു. അത്തരത്തിൽ അറസ്റ്റിനും റിമാൻഡിനും തയ്യാറായിട്ട് തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ അറസ്റ്റിന് അല്ലെങ്കിൽ റിമാൻഡ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് അൻവർ അറസ്റ്റിന് വഴങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളും പ്രവൃത്തികളുമാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഫോറസ്റ്റ് ഓഫീസ് തല്ലി തകർത്തപ്പോൾ തന്നെ ഇത്തരത്തിൽ MLA-ക്കെതിരെ കേസ് വരുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് മാത്രമായിരുന്നു കാത്തിരുന്ന് കാണേണ്ടത്. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ പി വി അൻവറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഏകദേശം 4 മാസത്തോളം നീണ്ടു നിൽക്കുക ഒരു വിവാദത്തിൻ്റെ ഒരു ഘട്ടമാണ് എന്നുകൂടി ഇതിനെ പറയേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ, പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ, അങ്ങനെ സംസ്ഥാന സർക്കാരിനും പാർട്ടിക്കുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ പി വി അൻവർ MLA-യുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഭരണകക്ഷി MLA ആയിട്ടായിരുന്നു പി വി അൻവർ ആ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്നത്. അതിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് കൂടി എത്തിയിരിക്കുന്നത് എന്നുള്ളതും നിർണായകമാണ്. മാത്രമല്ല UDF-ലേക്ക് സാധ്യമാകുമായിരുന്നില്ലല്ലോ. കാരണം ആ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. 11 മണിക്ക് DFO ഓഫീസ് അടിച്ചു തകർക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി വി അൻവർ MLA-യുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പി വി അൻവർ MLA-യുടെ സാന്നിധ്യത്തിലാണ് പി വി അൻവർ MLA-ക്കൊപ്പം അതേ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുവന്ന പ്രവർത്തകർ ആ ഓഫീസിലേക്ക്, പൂട്ടിയിട്ടിരുന്ന ഒരു DFO ഓഫീസിലേക്ക് ഇരച്ചു കയറി പൂട്ട് തകർത്ത് അതിനുള്ളിൽ പ്രവേശിക്കുകയും അവിടെയുള്ള സാധന സാമഗ്രികൾ അടിച്ചു തകർക്കുകയും ഒക്കെ ചെയ്യുന്നത് തത്സമയം നമ്മളടക്കം കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു കേസ് വരുമെന്നും, കേസ് വന്നാൽ അത് ജാമ്യമില്ലാത്ത വകുപ്പാകുമെന്നും, ആ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം താൻ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് പി വി അൻവറിന് നല്ല നിശ്ചയമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അരുൺ, തീർച്ചയായും അത്തരത്തിൽ തന്നെ കരുതേണ്ടി വരും. കാരണം പി വി അൻവർ നേതൃത്വത്തിൽ ഉപരോധം ആരംഭിച്ച് ഏറെ സമയം പിന്നിട്ട ശേഷമാണ് അത്തരമൊരു ആക്രമണ സാഹചര്യം അവിടെ ഉണ്ടാകുന്നത്. ആ പ്രവർത്തനം അകത്തേക്ക് തള്ളിക്കയറുന്നതിന് തൊട്ട് മുമ്പ് പി വി അൻവർ ഒരു ഫോൺ വിളിച്ചുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങുന്നത് നമ്മളൊക്കെ തന്നെ കണ്ടിരുന്നു. ആ സമയത്താണ് പ്രവർത്തകർ, ഒരുപക്ഷെ അത് മുൻകൂട്ടി നിശ്ചയിച്ചതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഒരുപക്ഷെ അത്തരത്തിലാവാനും സാധ്യതയുണ്ട്. പി വി അൻവർ അവിടെ നിന്ന് മാറിയ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഈ 10ഓളം വരുന്ന പ്രവർത്തകർ അകത്ത് കയറി ഈ ഫോറസ്റ്റ് ഓഫീസ് തല്ലി തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതാ പോലീസ് ഉദ്യോഗസ്ഥരെ തള്ളിയിട്ട് അവർ FIR പറയുന്നതനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദനത്തിനിരയാക്കി അകത്ത് കയറി DFO ഓഫീസിനകത്തുള്ള പൊതുമുതൽ മുഴുവൻ തല്ലി തകർക്കുന്ന സാഹചര്യമുണ്ട്. അത് പി വി അൻവർ MLA എന്നുള്ളതല്ല, ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും, ഏത് MLA ആണെങ്കിലും, ഏത് പൊതുജനമാണെങ്കിലും കൃത്യമായി നിയമ നടപടിക്ക് വിധേയമാകേണ്ട പ്രവൃത്തിയാണ് ആ ചെയ്തിരിക്കുന്നത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള കുറ്റകൃത്യം അവിടെ നടന്നു എന്നുള്ളത് വളരെ എല്ലാവരും തത്സമയം കണ്ടതുകൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരമുള്ള അറസ്റ്റ് പി വി അൻവർ പ്രതീക്ഷിച്ചിരിക്കണം എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ആ അറസ്റ്റിൻ്റെ സാഹചര്യം ഒരുങ്ങിയത് കൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോകുമ്പോൾ പോലും പിന്നീട് പി വി അൻവർ അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഈ സംഘർഷമുണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ നമ്മൾ തന്നെ അൻവറോട് ചോദിച്ചിരുന്നു, അവിടെ തല്ലിപ്പൊളിച്ചത് ശരിയാണോ എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ അത് പ്രവർത്തകരുടെ വികാര പ്രകടനമാണ് എന്നാണ് അൻവർ അതിനെ ന്യായീകരിച്ചത്. പക്ഷേ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തൊരു പ്രവൃത്തി തന്നെയായിരുന്നു ആ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നിപ്പോൾ മുബഷീർ നേരത്തെ അറസ്റ്റിന് തൊട്ട് മുമ്പ് ഒരേ ഒരു മാധ്യമപ്രവർത്തകനെ മാത്രമേ കണ്ടിരുന്നുള്ളൂ, നിലവിൽ പി വി അൻവർ. പി വി അൻവർ പറഞ്ഞ കാര്യങ്ങൾ വിശദമായി മുബഷീറിനോട് സംസാരിക്കുന്നത് കേട്ടു. ഇത് ഭരണകൂട ഭീകരതയാണ്, ഈ വനനിയമ ഭേദഗതിക്കെതിരെയുള്ള വലിയ ജനരോഷം ഭയന്നാണ് തന്നെ അറസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ മുന്നിൽ അടിച്ചു തകർത്തയ DFO ഓഫീസുണ്ട്, അതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. സ്വാഭാവികമായും അറസ്റ്റ് വരുമെന്ന് അദ്ദേഹം കരുതിയിരുന്നു. ആ അറസ്റ്റ് വന്നാൽ എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടത്? നിയമത്തിന് മുന്നിൽ കീഴടങ്ങി അറസ്റ്റ് വരിച്ച് ജയിലിൽ പോവുക, റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനു ശേഷം ജാമ്യത്തിൽ വന്ന് വീണ്ടും നിയമപരമായി നേരിടുക, ഇതാണ് പി വി അൻവർ ഉദ്ദേശിച്ച ഒരു നേട്ടം. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ക്രൈസ്തവ വിഭാഗങ്ങളെ അടക്കം അവർ ഈ വനവും നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന എല്ലാ സ്ഥലങ്ങളിലും കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവർക്ക് വേണ്ടി ശബ്ദിച്ചതിന്, തൻ്റെ മണ്ഡലത്തിലുള്ള മണി എന്ന് പറയുന്ന ഒരു ആദിവാസി യുവാവിനെ കാട്ടാനെ ആക്രമിച്ചതിൽ നിസ്സംഗനായി നിന്ന വനം വകുപ്പിനെ, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ എത്തിയ നാട്ടുകാരെ ഒക്കെ അദ്ദേഹം അണിനിരത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധത്തെ നേരിടുന്നത്. അപ്പോൾ താൻ ജയിലിൽ പോകുന്നത് തൻ്റെ മണ്ഡലത്തിലെ ഒരു പ്രവർത്തകനായ ഒരു ആദിവാസി യുവാവിനെ കാട്ടാന ആക്രമിച്ചു കൊന്നു എന്നതിൻ്റെ പേരിലാണ് എന്ന ഒരു രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പി വി അൻവർ എന്നുള്ളതും നിശ്ചയമല്ലേ?
നിശ്ചയമായും യാദൃശ്ചികമായി അത്തരമൊരു പരിവേഷം അൻവറിന് ലഭിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹം അത് ആഗ്രഹിച്ചിരുന്നു. നേരത്തെ പല വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന സമയത്ത് അത്തരമൊരു അറസ്റ്റ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ തന്നെ കേസെടുത്തിരുന്നെങ്കിലും അത്തരമൊരു അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് കടന്നിരുന്നില്ല. നേരത്തെ നമുക്കറിയാം, പോലീസുമായി ബന്ധപ്പെട്ട നിർണായക രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയതിന്റെ പേരിൽ പോലീസ് അദ്ദേഹത്തിനെതിരെ സ്വമേധയാ കേസെടുത്തിരുന്നു. സമാനമായ രീതിയിൽ മറ്റൊരു വ്യക്തി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത സമയത്ത് പോലീസ് കേസെടുത്തിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ തന്നെ അദ്ദേഹം അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പോലീസ് അറസ്റ്റിലേക്ക് കടന്നിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് തികച്ചും യാദൃശ്ചികമായി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു വ്യക്തി, അദ്ദേഹം പേഴ്സണലായിട്ട് അറിയുന്നൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് നേരത്തെ നമ്മളോടുള്ള സൗണ്ട് ബൈറ്റിലൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. മണി എന്ന് പറയുന്ന 35-കാരൻ അതിദാരുണമായി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു. ആ വിവരം പോലും ജനമറിയുന്നത്, നാടറിയുന്നത് മണിക്കൂറുകൾക്ക് ശേഷമാണ്. പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് അതിനും പിന്നീട് ഇരട്ടി മണിക്കൂറുകൾക്ക് ശേഷമാണ് അൻവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വലിയ കെടുകാര്യസ്ഥത വനം വകുപ്പിനും സർക്കാരിനും അധികൃതർക്കും സംഭവിച്ചു എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. വിശേഷിച്ചും നിലമ്പൂര് പോലെ മലപ്പുറത്തിന്റെ മലയോര മേഖലകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുന്നുണ്ട്. സമാനമായ രീതിയിൽ ഒരാഴ്ച മുൻപ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരു നാട്ടുകാരന്റെ സംഭവം ഉൾപ്പെടെ അൻവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാട്ടാനകൾ കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട്. മണ്ഡലം നേരിടുന്ന പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങൾ ഒന്നുകൂടിയായിരുന്നത്. അത് ഉയർത്തിക്കാട്ടി മണിയുടെ മരണം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയായിരുന്നു അൻവർ ഇന്നൊരു പ്രതിഷേധമായി രംഗത്ത് വരുന്നത്. അത് വലിയ പ്രതിഷേധമായി മാറുന്നു. അൻവറിന്റെ രാഷ്ട്രീയ കൂട്ടായ്മയായിട്ടുള്ള DMK-യുടെ ആളുകൾ ആ ഒരു പ്രതിഷേധം ഏറ്റവും ഒടുവിൽ സംഘർഷത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ആ ഒരു ഓഫീസിൽ വെച്ചൊരു പക്ഷേ അൻവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവിടെയുള്ള സാധന സാമഗ്രികൾ തല്ലി തകർത്തു. അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കില്ല എന്നുള്ളത് അൻവറിന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പക്ഷേ അദ്ദേഹം ഇത്തരത്തിൽ ആ പ്രതിഷേധം അത്തരം ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുന്നു. പോലീസ് അറസ്റ്റ് നടപടികൾക്ക് വേണ്ടി അൻവറിന്റെ വീട്ടിലേക്ക് എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ആദ്യം പ്രതീക്ഷിച്ചിരുന്ന പോലെയുള്ള ഒരു രാഷ്ട്രീയപരമായ ഒരു വഴിത്തിരിവിലേക്ക് അദ്ദേഹത്തിന്റെ അറസ്റ്റ് നടപടി മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ